ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരു നല്ല സുദിനമാണ്. സെന്റ് അൽഫോൻസ കൂട്ടായ്മ നമ്മുടെ സെന്റ് മേരീസ് ദേവാലയത്തിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു സോണൽ കൂട്ടായ്മയാണ്. അതിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നമ്മുടെ സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ വാർഷിക ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സെന്റ് അൽഫോൻസ കൂട്ടായ്മയിൽ വളരെയേറെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഈ സെന്റ് അൽഫോൻസ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ എന്ന നിലയിലേക്ക് കടന്നു വരുവാൻ അവസരം ലഭിച്ചത്. ഒരു സാക്ഷ്യമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് അകന്ന് വേറൊരു രീതിയിൽ ധൂർത്തപത്രങ്ങളെ പോലെ ഒരു പ്രാർത്ഥനയിലൊന്നും വളരെയധികം വരാതെ അങ്ങനെ അകന്ന് ജീവിക്കുമ്പോഴാണ് ഒരു ദൈവവിളി എന്ന പോലെയാണ് എന്നെ ഈ കൂട്ടായ്മയിലേക്ക് അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാനും വളരെ ആകസ്മികമായി ഞാൻ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അതിനുശേഷം വേറൊരാൾ മാറി, രണ്ടുപേര് മാറിയ ശേഷമാണ് ഞാൻ ഈ കോർ ഗ്രൂപ്പിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം സാക്ഷ്യമായി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ചേർന്ന് വീണ്ടും പ്രവർത്തിക്കുവാൻ തുടങ്ങിയതാൽ പിന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് ഈ സ്റ്റേജിൽ ഈ നിമിഷം ഈ സ്വാഗതം പറയുവാനായി ഞാൻ ഈ വിശിഷ്ടാതി അച്ഛൻ്റെ മുന്നിലൊക്കെ നിൽക്കുന്നത് അതൊരു വലിയ സാക്ഷ്യമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ 2024 നവംബർ 24 സെന്റ് അൽഫോൻസ കൂട്ടായ്മയുടെ വാർഷിക ദിനം ആചരിക്കുമ്പോൾ നമുക്ക് വിശിഷ്ട അതിഥിയായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ മലയാളം കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഡയറക്ടറും ആത്മീയ ഗുരുവും നമ്മുടെ എല്ലാമായ വർഗീസ് അച്ഛനെയാണ്. ഞങ്ങൾ ഈ പുതിയ കോർ ടീം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വർഗീസ് അച്ഛൻ പലപ്പോഴും മീറ്റിങ്ങിനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വർഗീസ് അച്ഛൻ എങ്ങനെയാണ് കൂട്ടായ്മയിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതെന്നും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലുമൊക്കെ നമ്മൾ പുലർത്തേണ്ട സൂക്ഷ്മതയൊക്കെ വർഗീസ് അച്ഛൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത് ഇന്ന് വരെ ഞങ്ങൾ കോർ ടീം അംഗങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധാലുക്കളായി പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ വർഗീസ് അച്ഛനെ ഈ വേദിയിലേക്ക് സെന്റ് അൽഫോൻസ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ MCC കോർഡിനേറ്റർ ബിപിനെയാണ്. ബിപിനെ പലപ്പോഴും പള്ളിയിൽ വെച്ച് കാണുമ്പോൾ ഈ ചെറുപ്പക്കാരന് ആരാണെന്നൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്നോട് സെബാസ്റ്റ്യനാണ് പരിചയപ്പെടുത്തിയത്. ഇത് നമ്മുടെ MCC കോർഡിനേറ്ററാണ്. അപ്പോൾ തൊട്ട് നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ വീക്ഷിക്കും. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ MCC അധികാര സ്ഥാനത്തിരിക്കുന്നവരെ ഒക്കെ നമ്മൾ വീക്ഷിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ചെയ്യാറുണ്ട്. എൻ്റെ ഹൃദയത്തിൽ തട്ടി പറയട്ടെ, വളരെയേറെ സിമ്പിളായും പ്രവർത്തനങ്ങളിൽ ഇത്ര ക്ലാരിറ്റിയോടും കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും ബിപിൻ കാണിച്ച കാര്യങ്ങളെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ബിപിനെ ഈ വേദിയിലേക്ക് നിങ്ങൾ സെന്റ് അൽഫോൻസ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MCC അസിസ്റ്റന്റ് കോർഡിനേറ്റർ സെബാസ്റ്റ്യനെയാണ്. സെബാസ്റ്റ്യനെ വർഷങ്ങളായി എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ MCC മലയാളം കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങൾ സെബാസ്റ്റ്യനിലും വിപിനിലും സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സെബാസ്റ്റ്യൻ ഈ വേദിയിലേക്ക് നമ്മുടെ അൽഫോൻസ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ BCST കോർഡിനേറ്ററും നമ്മുടെ എല്ലാം പ്രിയങ്കരിയുമായ സിസ്റ്റർ ഷീജ ഷാജിയാണ്. ഞങ്ങൾ ഈ കോർ ടീം തിരഞ്ഞെടുത്തത് മുതൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഷീജ സിസ്റ്ററിനെയൊക്കെ മെസ്സേജ് ചെയ്യുകയും കാര്യങ്ങൾ ചോദിക്കുകയേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ചോദിക്കുന്ന സമയത്ത് അന്നേരം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷീജ സിസ്റ്റർ അതിനൊരു ക്ലാരിറ്റിയും അഫർമേറ്റീവുമായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് തരുന്നത്. അത് ഇങ്ങനെ ചെയ്താൽ മതി, അതിന് നമുക്കും ബോധ്യം വരും. ആ ഷീജ സിസ്റ്ററുടെ വീക്ഷണവും ഷീജ സിസ്റ്റർ പകർന്നു തന്ന നിർദ്ദേശങ്ങളും നമ്മുടെ കോർ ടീമിനെ എങ്ങനെയൊക്കെ നമ്മൾ ഇടപഴകണം, നമ്മുടെ കൂട്ടായ്മയിൽ അംഗങ്ങളുമായി എങ്ങനെ ഇടപഴകണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നമ്മളെ നയിക്കുകയും ഗൈഡ് ചെയ്യുകയും ചെയ്ത ഷീജ സിസ്റ്ററെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് BCST അസിസ്റ്റന്റ് കോർഡിനേറ്ററും നമ്മുടെ കൂട്ടായ്മയുടെ ഇൻചാർജുമായ ടോം ബ്രദറിനെയാണ്. ടോം ബ്രദറുമായിട്ട് എപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും സംസാരിക്കുകയും ടോം ബ്രദർ നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ടോം ബ്രദർ, ഞാൻ ആദ്യമൊക്കെ ടോം ബ്രദറിനെ കണ്ടപ്പോൾ ഒരു കട്ടി മീശയുള്ള ടോം ബ്രദർ, അപ്പോൾ ഒരു ഭയങ്കര പരിക്കനായ ഒരാളായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് സമയമെടുത്ത് പറഞ്ഞു തന്ന തോമസിനെ അത് അങ്ങനെയല്ല, അത് കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അപ്പോൾ അതിനെല്ലാം ക്ലാരിറ്റി ആയിട്ട് ടോം ബ്രദർ പറഞ്ഞു തരികയും ഗൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു മൂത്ത സഹോദരനെ പോലെ നമ്മുടെ കൂട്ടായ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലനിന്നിട്ടുള്ള ടോം ബ്രദറിനെ ഞാൻ ഈ കൂട്ടായ്മയുടെ പേരിൽ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഇന്ന് ഈ സന്തോഷ സുദിനം നമ്മൾ കൊണ്ടാടുന്നുണ്ടെങ്കിൽ അത് ഈ വേദിയിലും ഈ സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്, ഈ കുഞ്ഞു മക്കളാണ്. ഈ കുഞ്ഞുമക്കളും നമ്മുടെ എല്ലാ കൂട്ടായ്മയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ എല്ലാം ഒരു ബലം. അത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി ഈ കൂട്ടായ്മ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതില് ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് തന്ന താലന്തുകളാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നടക്കുന്ന പരിശുദ്ധാത്മ പ്രവൃത്തികളുടെ പ്രതിഫലനമാണ് ഈ കൂട്ടായ്മയിൽ ഇന്ന് ഇത്രയും സഹോദരങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ കോർ ടീമിനും നമ്മുടെ സമൂഹത്തിനും ചെയ്യുന്ന കടമകൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അത് വിസ്മരിച്ചു പോയാൽ ഈ കൂട്ടായ്മ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടെയാണ് ഞങ്ങൾ ഓരോ കോർ ടീം അംഗങ്ങളും നിങ്ങളുടെ മുന്നിൽ വിനയപൂർവ്വം നിൽക്കുന്നത്. ഈ കൂട്ടായ്മയിലെ ഓരോ സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ ചെയ്തിരുന്ന സേവനങ്ങളും നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെടുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ ആനുവൽ ഡേയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു പോകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. വേദിയിലിരിക്കുന്ന FCC കോർഡിനേറ്റർ ബിബി, അസിസ്റ്റന്റ് കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ, PSST കോർഡിനേറ്റർ ഷീജ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടോം, നിങ്ങളുടെ കൂട്ടായ്മയുടെ കോർഡിനേറ്ററായ തോമസന്, മറ്റ് കോർഡിനേറ്ററെ ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിൽ വലിയ സന്തോഷവും ആനന്ദവും എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ആദ്യമേ തന്നെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമത്തിലുള്ള ഈ കുടുംബ യൂണിറ്റിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു ക്യാപ്റ്റനെയാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. തോംസൺ വളരെ ഭംഗിയായി തന്നെ വളരെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഈ അൽഫോൻസ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഏത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ അറിയിക്കുകയും അതിന് വേണ്ടതായ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ സഭയോടും
സഭാ അധികാരികളോടും വളരെ വിധേയത്വത്തോടും കൂടി നിൽക്കുന്ന ഒരു നേതൃത്വ നിരയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ വഴി തെറ്റിപ്പോവില്ല. നേർവഴിയിലൂടെ തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പൊ സ്നേഹമുള്ളവരെ, ഈ 2 വർഷക്കാലം തോമസിന്റെ നേതൃത്വത്തിലുള്ള കോർ ടീം, തോമസനും കോറകളും ഈ കൂട്ടായ്മയെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി, കൂട്ടായ്മയെ ബലപ്പെടുത്തി ഐക്യത്തിൽ നിലനിർത്തിയതിന് പ്രത്യേകമായി നന്ദിയും ആശംസകളും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് അൽഫോൻസമ്മയെ കുറിച്ച് പറയാനുള്ളത്, അൽഫോൻസമ്മ ചെറിയ കാര്യങ്ങളുടെ വിശുദ്ധയായിരുന്നു. ചെറിയ കാര്യങ്ങളുടെ വിശുദ്ധയായിരുന്നു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം? ചെറിയ കാര്യങ്ങളുടെ വിശുദ്ധ. അൽഫോൻസമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വളരെ കുറച്ച് നാളെ ജീവിച്ചിട്ടുള്ളൂ. കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത്, ഒരു ടീച്ചറായിരുന്നു, ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് രോഗം വന്നു, സഹനങ്ങൾ വന്നു. പിന്നെ ചെയ്തിട്ടുള്ളത്, കാണുന്നവരൊക്കെ നോക്കി പുഞ്ചിരിക്കാറുണ്ട്. പിന്നെ അൽഫോൻസ് ചെയ്തിട്ടുള്ളത്, നല്ല ചാമ്പയ്ക്കൊക്കെ പറക്കിക്കൊണ്ടുവന്ന് തന്നെ അവിടെയുള്ള കുറേ പേർക്ക് ഇങ്ങനെ സ്നേഹത്തോടു കൂടി കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അൽഫോൻസമ്മ ചെറിയ കാര്യങ്ങളുടെ വിശുദ്ധയായിരുന്നു. നമ്മുടെ മഹാത്മാരും മഹതികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരെ കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ, അവർ ചെയ്ത വലിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അൽഫോൻസമ്മയെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തത്. വിശ്വസ്തയോടുകൂടെ ചെയ്തു, യേശുവിനുള്ള സ്നേഹത്തോടുകൂടെ ചെയ്തു എന്നുള്ളതാണ് വിശുദ്ധ അൽഫോൻസമ്മയെ വിശുദ്ധയാക്കി മാറ്റിയത്. അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഈ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി സ്നേഹത്തോടുകൂടെ ചെയ്യുമ്പോൾ, ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുമ്പോൾ, നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധരും വിശുദ്ധകളുമായിട്ട് മാറുകയാണ്. വീണ്ടും ഞാൻ പറയുക, അൽഫോൻസമ്മയെ വിശുദ്ധിയാക്കിയത് സഹനമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ സഹനങ്ങളെ ഇഷ്ടപ്പെടാത്തവരാണ്. നമുക്ക് എന്തെങ്കിലും വേദന വരുമ്പോഴേക്കും നമുക്ക് അസ്വസ്ഥതകളാണ്. നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ പിറുപിറുക്കാറുണ്ട് സഹനങ്ങൾ വരുമ്പോൾ. പക്ഷെ അൽഫോൻസമ്മയെ നോക്കുക, സഹനങ്ങളെ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചു. ഇങ്ങനെ പറയാറുണ്ട്, ഒരുവന്റെ ശരിക്കുള്ള തനി നിറം അറിയണമെങ്കിൽ അവന്റെ സഹനങ്ങളുടെ സമയത്തേക്ക് നോക്കിയാൽ മതിയെന്നാണ്. നമ്മുടെ സഹനങ്ങളുടെ സമയത്ത് നമ്മുടെ തനി നിറം പുറത്തു വരും. അൽഫോൻസമ്മയെ നോക്കുക, ഈ സഹനങ്ങളുടെ സമയത്തൊക്കെ മുഖത്ത് പ്രസന്നതയും മുഖത്ത് പുഞ്ചിരിയും ഈ സഹനങ്ങളെ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് സഹിക്കാനായിട്ട്, സ്വീകരിക്കാനായിട്ട് അൽഫോൻസമ്മയ്ക്ക് സാധിച്ചു. സ്നേഹമുള്ളവർ, ഈ അൽഫോൻസമ്മയുടെ നാമത്തില് ഉള്ള ഈ കുടുംബ കൂട്ടായ്മയില് നമ്മുടെ ജീവിതങ്ങളൊക്കെ എപ്പോഴും സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ, സുഖകരമായ യാത്രയല്ല. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്. ഈ അൽഫോൻസമ്മയുടെ മാതൃക നമ്മുടെ ഈ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ക്രിസ്തുവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള, സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ അൽഫോൻസമ്മയുടെ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട അഭ്യസിച്ച MCC-യിൽ നിന്നും ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയ കോർ മെമ്പേഴ്സ്, സ്നേഹം നിറഞ്ഞ കൂട്ടായ്മ സഹോദരരെ, കുഞ്ഞുങ്ങളെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുന്നു, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം ഒരുക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഈ വചനത്തെ അധിഷ്ഠിതമാക്കി ആത്മീയ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന സെയിന്റ് അൽഫോൻസ കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ 2023-2024 വർഷങ്ങളിലെ റിപ്പോർട്ട് ഓൾ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ അവതരിപ്പിക്കുന്നു. 32-ാം വർഷത്തിന് നിറവിൽ നിൽക്കുന്ന ഈ കൂട്ടായ്മ ദൈവകൃപയാൽ അനുദിനം നയിക്കപ്പെടുന്നതോർത്ത് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. 2022 നവംബർ 13-ന്
ജെയ്സി ബാബു കോർഡിനേറ്ററായും സൈമൺ സിറ്റി അസിസ്റ്റന്റ് കോർഡിനേറ്ററായുമുള്ള കോർ ടീമിന്റെ നേതൃത്വത്തിൽ പത്തുമായുള്ള ജേക്കബ് ഗാർഡനിൽ വെച്ച് നടന്ന വാർഷികാഘോഷ വേളയിൽ അതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അവിടെ നിന്ന് മുൻപോട്ട് പതിവായുള്ള സൺഡേ പ്രേയറും വെൻസ്ഡേയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും കൂടാതെ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളും പുതുവർഷാഘോഷങ്ങളും പ്രാർത്ഥനയോടൊപ്പം നടത്തിയിരുന്നു. 2023 മാർച്ച് മാസം 19-ാം തീയതി നടത്തിയ ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ കോർ ടീം ഏപ്രിൽ മാസത്തിൽ ചാർജ് എടുത്തു. കോർഡിനേറ്റർ തോമസ് എബ്രഹാം, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജെയ്സി ബാബു, സാബു പല്ലത്ത്, ഷിനോയി കുര്യൻ, ബൈജു AK, ജോബി ജോസഫ്, റോസ്മിത ജോസഫ്, നെൽസൺ ജോസഫ് എന്നിവരാണ് പശുതാത്മാവിനായി തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ കോർ ടീം. ജെസി ജോർജിനെ BCSC എക്സിക്യൂട്ടീവ് ടീമിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ കോർ മെമ്പേഴ്സ് ഒത്തുകൂടി കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മുൻപോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു വരുന്നു. മാസാദി ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രേയറിലും തിങ്കളാഴ്ചകളിൽ നടക്കുന്ന മൺഡേ പ്രേയറിലും മിക്കവാറും എല്ലാവരും തന്നെ ഉത്സാഹപൂർവ്വം പങ്കെടുത്തു വരുന്നു. മറ്റ് ഞായറാഴ്ചകളിൽ വൈകുന്നേരം 6 മുതൽ 7 വരെ പ്രാർത്ഥനായോഗം നടത്തുന്നു. 30 മുതൽ 50 വരെ ആളുകൾ സാധാരണ പങ്കെടുക്കാറുണ്ട്. ജപമാല, അൽഫോൻസാമയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന, സ്തുതിപ്പ്, ആരാധന, വചന ശുശ്രൂഷ എന്നിവയ്ക്ക് ശേഷം എല്ലാവരും പരസ്പരം അവരുടെ സൗഹൃദങ്ങൾ പങ്കുവെച്ച് ലഘുഭക്ഷണവും കഴിച്ച് വീണ്ടും ഒത്തുകൂടുന്നതിനുള്ള ആഗ്രഹത്തോടെയും ആവേശത്തോടെയും പിരിയുന്നു. എല്ലാ ബുധനാഴ്ചകളിലും മധ്യസ്ഥ പ്രാർത്ഥനയും മാസാവസാന ബുധനാഴ്ചയിൽ നൈറ്റ് വിജിലും സൂം പ്ലാറ്റ്ഫോമിൽ നടത്തിവരുന്നു. ക്രിസ്ത്യൻ കുട്ടികളുടെ ആത്മീയ വളർച്ചയ്ക്കായി 2 മാസത്തിലൊരിക്കൽ ക്രിസ്ത്യൻ കൂട്ടായ്മ നടത്തി വരുന്നു. കുട്ടികൾക്ക് ആസ്വാദ്യമായ രീതിയിൽ പാട്ടും ഡാൻസും ഒക്കെയായി പ്രാർത്ഥനയിൽ ഏകദേശം 1.5 മണിക്കൂർ ചെലവഴിക്കുന്നു. ഏകദേശം 10 മുതൽ 15 വരെ കുട്ടികളാണ് പങ്കെടുക്കാറുള്ളത്. മറ്റ് ആക്ടിവിറ്റീസ് 2017 തുടങ്ങിയ ബൈബിൾ റീഡിംഗ് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മളിപ്പോഴും തുറന്നു പോകുന്നു. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ബൈബിൾ റീഡിംഗ് വാട്സപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉത്സാഹപൂർവ്വം ബൈബിൾ വായിക്കുന്നുമുണ്ട്. 2023 ഡിസംബർ 17 ഫ്രാൻസിസ് മോളി ദമ്പതികളുടെ ഭവനത്തിൽ വെച്ച് ക്രിസ്മസ് ആഘോഷം നടത്തി. ക്ഷേമ അജയ് ക്രിസ്മസ് സന്ദേശം നൽകിയതിനു ശേഷം പരസ്പരം ക്രിസ്മസ് സമ്മാനവും കൈമാറി ലഘുഭക്ഷണവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഡിസംബർ 31 വൈകുന്നേരം 8 മുതൽ 10 വരെയുള്ള സമയത്ത് ബൈജുവിൻ്റെയും വർഗീസിൻ്റെയും ഭവനങ്ങളിൽ വെച്ച് താങ്ക്സ് ഗിവിംഗ് പ്രേയർ നടത്തി. പ്രാർത്ഥനയും പാട്ടുകളും ഒക്കെയായി പുതുവർഷത്തെ എതിരേറ്റ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഒത്തിരി സന്തോഷത്തോടെ എല്ലാവരും പിരിഞ്ഞു. 2024 ജനുവരി മാസം 21 ഞായറാഴ്ച ദേവാലയത്തിൽ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും ദുബൈ ഗ്രീൻ പാർക്കിൽ ഒന്നിച്ചുകൂടി കളികളും പാട്ടും ഡാൻസും മത്സരങ്ങളും ഒക്കെയായി എല്ലാവരും കുടുംബസമേതം 4 മണിക്കൂറോളം ചെലവഴിച്ചു. ഈ ഒത്തുചേരൽ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ആഴം കൂട്ടി. പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിൽ വീടുകളിൽ പ്രത്യേകമായി ഒത്തുകൂടി പ്രത്യേക പ്രാർത്ഥനകളും അപ്പമൊരിക്കൽ ശുശ്രൂഷയും നടത്തി. ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ 60 കുടുംബങ്ങളാണുള്ളത്. ശുശ്രൂഷക്കാരുടെ പരിശീലനം കൂടി 7 പേർ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും മറ്റു കൂട്ടായ്മകളിൽ പോയും നമ്മളിൽ തന്നെയുമായി ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LSS ക്ലാസുകളിൽ 13 പേർ പങ്കെടുക്കുന്നുണ്ട്. ഒട്ടനവധി പേർ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും യൂക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സായും വോളണ്ടിയേഴ്സായും കാറ്റഗിസം ടീച്ചേഴ്സായും ഓൾട്ട് സെർവേഴ്സ് എന്ന നിലകളിലും പ്രവർത്തിക്കുന്നു.
സുരദീപ്തി ചിന്തിയെന്നും വാഴുക പരിത്രാണകനാമീശോ പോരുക മമ മാനസപ്പൂവാടിയിൽ പോരുക ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക സുരദീപ്തി ചിന്തി മിത്രങ്കരി രാമങ്കരി ഭൂതങ്കരി പാണ്ഡങ്കരി ചേന്നങ്കരി കൈനഗരി നാട്ടിൽ നിന്നും സ്വർഗം പൂകിയ ചാവറ കുരിയാക്കോ സേലിയ സച്ചനെ നല്ലപ്പന്റെ ചവരുളേ തിന്താരോ നല്ലപ്പന്റെ ചവരുളേ തിന്തിമി തിന്താരോ 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 താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ
നാട്ടില് നെല്ല് വിളയണ നാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് തുണ്ടു വിരിക്കണ നാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് നെല്ല് വിളയണ നാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് തൊണ്ടു പിരിക്കണ നാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് വള്ളങ്ങൾ ഊന്നണ നാട്ടിൽ, കായല് കലമ്പണ നാട്ടില് കുട്ടനാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് വള്ളങ്ങൾ ഊന്നണ നാട്ടിൽ, കായല് കരമ്പണ നാട്ടില് കുട്ടനാട്ടിൽ, താനിന്നോ തിന്താരോ തക തിന്തായിത്താരോ, താനിന്നോ തിന്താരോ തക തിന്തായിത്താരോ, താനിന്നോ തിന്താരോ തക തിന്തായിത്താരോ, താനിന്നോ തിന്താരോ തക തിന്തായിത്താരോ. നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗസമാനം, ദൈവത്തിന്റെ ചോരയും സ്നേഹവുമാണല്ലോ നിങ്ങൾ. നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗസമാനം, ദൈവത്തിന്റെ ചോരയും സ്നേഹവുമാണല്ലോ നിങ്ങൾ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പതല്ലോ നമ്മുടെ ഭാഗ്യം, തമ്മിൽ തമ്മിൽ ശത്രുതയില്ലാത്തതാണല്ലോ ഭാഗ്യം, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പതല്ലോ നമ്മുടെ ഭാഗ്യം, തമ്മിൽ തമ്മിൽ ശത്രുതയില്ലാത്തതാണല്ലോ ഭാഗ്യം. നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിരി തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിരി തിന്താരോ. ചാവറപ്പിതാവിൻ മനനങ്കുന്നെന്നും ഏരം തിങ്ങി നിറയും കേരളത്തിനും, ചാവറപ്പിതാവിൻ മനനങ്കുന്നെന്നും കേരളിങ്ങി നിറയും കേരളത്തിനും, പരിശുദ്ധ റോമാ നഗരമായി മാറാൻ ചാവറപ്പിതാവേ ഇതുണയ്ക്കതാരാ, പരിശുദ്ധ റോമാ നഗരമായി മാറാൻ ചാവറപ്പിതാവേ നീ തുണയ്ക്കതാരാ. തന്നിന്നാലോ താനോ 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 തന്നിന്നാലോ താനോ. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. യോഹന്നാൻ 1:5 ഈ ചെറിയ കലാസൃഷ്ടി ആരംഭിക്കുന്നതിന് മുൻപ് 2 വാക്ക്. പ്രിയരെ, വെളിച്ചം ഇരുളിനെ മാറ്റുന്നു. വെളിച്ചത്തെ കീഴടക്കുവാൻ ഇരുളിനാവുകയില്ല. മനുഷ്യജീവിതം ഒരു യാത്രയാണ്, ജീവിതത്തിൽ നിന്നും മരണത്തിലേക്കുള്ള യാത്ര, നിത്യജീവിതത്തിലേക്കുള്ള യാത്ര. യാത്രയിൽ ഇരുൾ നിറഞ്ഞതും പൊട്ടിപ്പൊളിഞ്ഞതും പരീക്ഷണങ്ങൾ നിറഞ്ഞതുമായ വഴികളിലൂടെ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ നാം പാപമാകുന്ന ഇരുളിൽ കിടന്ന് ഇഴയാം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മാറാം. പക്ഷേ നാം വീണിടത്തു നിന്നും എഴുന്നേൽക്കണം, വെളിച്ചത്തിലേക്ക് നടക്കണം, ചിന്തകളെ വിശുദ്ധീകരിക്കണം. നിങ്ങൾക്കായി ഒരു ഗുരു ഉണ്ടെന്ന് തിരിച്ചറിയണം. നമുക്ക് ഗുരുവിനെ പിൻചൊല്ലാം. പ്രകാശ വഴിയെ ഒരു യാത്ര, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഞങ്ങൾ തുടങ്ങുന്നു. അനുഗ്രഹിച്ചാലും. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കേട്ടില്ലേ? അപകടം ആ വളവിൽ തന്നെ. അലസതയുടെ വളവ്,
ഉന്മാദത്തിന്റെ വളവ്, ദുരന്തങ്ങളുടെ വളവ്. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ലോൺ എടുത്ത് വാങ്ങിച്ച ഒരു പശുവാ. ആ നെറ്റി ചുട്ടിയുള്ള പശുവല്ലേ? എന്നാ പറ്റി? എന്ത് പറ്റാൻ, ചത്തുപോയി. ആണ്ടക്കേടാ, എങ്ങനെ? കുറ്റിയടിച്ച് കെട്ടിയതാ എന്റെ ചേട്ടാ. കെട്ടിയ കുറ്റിയെ ചുറ്റി ചുറ്റി കഴുത്തുടക്കി കണ്ണു തുറിച്ച് ആ പശുക്കുട്ടി ചത്തു. അയ്യോ, കഷ്ടമായി പോയി. അതെയല്ലേ, ഒരു പശു ചത്തപ്പോൾ ഇത്രയും സങ്കടം. തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്ന പിശാചിന്റെ ഈ പെരുങ്കുറ്റിയിൽ ചുറ്റി നശിക്കുന്നവരെത്ര. ആ കുറ്റി ഏതാണെന്ന് അറിയണ്ടേ? നാശത്തിന്റെ കുറ്റി, ചെകുത്താന്റെ കുറ്റി, കുടുംബം കലക്കുന്ന കുറ്റി, നാട് മുടിക്കുന്ന കുറ്റി. പ്രിയമുള്ളവരെ, സ്വർഗം പോലെയുള്ള നിങ്ങളുടെ കുടുംബം നശിപ്പിച്ച് നാറ്റിക്കാൻ, നിങ്ങളുടെ സമാധാനം കെടുത്തി പണ്ടാരമടക്കാൻ ഇതാ വരുന്നു ഈ പെരുങ്കുറ്റി. ആശാനെ, ഈ കുറ്റി എവിടെയാ വെക്കേണ്ടത്? വടക്കോട്ടൊന്ന് നോക്കി, നോക്കി, തെക്കോട്ടൊന്ന് തിരിഞ്ഞ്, തിരിഞ്ഞ്, കിഴക്കോട്ടൊന്നും മാന്തി, മാന്തി അവിടെ ഞാൻ കൊണ്ട കൂത്ത്. ഹേയ് കുറ്റിയടിക്ക്, കുറ്റിയുറയ്ക്ക്, നമ്മുടെ കുറ്റി സുന്ദരൻ കുറ്റി. കുറ്റിയടിക്ക്, കുറ്റിയുറയ്ക്ക്. ഇതെന്റെ കുറ്റി, ഇതെന്റെ കുറ്റി, ഇതെന്റെ കുപ്പി, ഇതെന്റെ കുപ്പി, ഇതെന്റെ ഹോബി, ഇതെന്റെ ഹോബി, ഇതെന്റെ നീതി, ഇതെന്റെ നീതി, ഇതെന്റെ കുറ്റി, ഇതെന്റെ കുപ്പി, ഇതെന്റെ ഹോബി, ഇതെന്റെ നീതി. ഇതെനിക്ക് വേണം എപ്പോഴും, എല്ലാത്തിനും. കെട്ടിയ പെണ്ണിന് വയറ് വിശേഷം, ആഹ്ലാദം പരമാഹ്ലാദം, ദിനമെണ്ണുമ്പോൾ എന്തൊരു ടെൻഷൻ, ആശ്വാസം പരമാശ്വാസം, വയറൊഴിഞ്ഞു ഉണ്ണി പിറന്നു, ആനന്ദം പരമാനന്ദം, അധ്വാനിച്ചഹ തളർന്നിടുമ്പോൾ, ആശ്വാസം പരമാശ്വാസം, മരിച്ച വീട്ടിൽ ചെന്നാൽ അവിടെ ഉറക്കളയ്ക്കാൻ കുപ്പിമതി. ആ ക്രിസ്മസ് വന്നു, താകൃത തരികിട, റംസാൻ വന്നു, താകൃത തരികിട, ഓണം വന്നു, താകൃത തരികിട, കല്യാണത്തിന് താകൃത തരികിട, രാഷ്ട്രീയത്തിൽ താകൃത തരികിട, അങ്ങനെ അങ്ങനെ താകൃത തരികിട, എന്തിനും ഏതിനും താകൃത തരികിട, താകൃത തരികിട, താകൃത തരികിട, താകൃത തരികിട, താകൃത തരികിട. മദ്യം പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. ഏതാഘോഷങ്ങളിലും പ്രധാന അതിഥിയാകുന്ന പിശാചിന്റെ ഈ പാനീയം യേശു തമ്പുരാന്റെ തിരുച്ചോരയോടുള്ള പരസ്യ വഞ്ചനയാണ്. കെട്ടിയ കുറ്റിയിൽ ചുറ്റി ചുറ്റി മരണം ഇരന്നു വാങ്ങുന്ന കന്നുകാലിയെ പോലെയാണ് മദ്യത്തിനടിമയായ മനുഷ്യൻ. തീ കൊണ്ട് തല ചൊറിയുന്ന വിഡി, നീ തിരിച്ചറിയുന്നുവോ നിന്റെ ദുരന്തത്തിന്റെ ആഴവും പരപ്പും? തീ ഊതിയാൽ കത്തും, തുപ്പിയാൽ കെടും. മദ്യമെന്ന വിനാശകാരിയായ തീയുടെ നേരെ ഒന്ന് കാറിത്തുപ്പാൻ നന്മയ്ക്ക് നേരെ മറച്ചു പിടിച്ചിരിക്കുന്ന എല്ലാ മുഖങ്ങളും ഉണരട്ടെ.
എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ എവിടെയെങ്കിലും വീഴും. എവിടെ നോക്കിയാലും കൂരാക്കൂരിട്ട്. ഇവിടെ കിടന്ന് ഞങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമുക്കൊരു ഗുരുവില്ലേ? ഗുരുവിന് നമ്മെ സഹായിക്കാൻ പറ്റും. ശരിയാ, ഗുരുവിന്റെ കാലൊച്ച കേൾക്കുന്നുണ്ട്. മക്കളെ, വരുവിൻ, ഞാൻ നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കാം. ഗുരു, ഈ ഇരുട്ടിൽ നാം എങ്ങനെ സഞ്ചരിക്കും? മക്കളെ, എൻ്റെ ഹൃദയത്തിൽ ഒരു വിളക്കുണ്ട്. ദൈവസ്നേഹവും ദൈവവിശ്വാസവും ദൈവത്തോടുള്ള പ്രത്യാശയും ചേർന്ന ഒരു കെടാവിളക്ക്. ആ വിളക്ക് നമ്മെ നയിക്കും. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ, അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നീ പ്രകാശധാര തൂകി നീ നയിക്കുക.
പ്രിയ സഹോദരങ്ങളെ, ഇന്നേക്ക് 32 വർഷങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടം ദൈവിക വ്യക്തിത്വങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ് ഇന്ന് നാം ആയിരിക്കുന്ന ഈ വിശുദ്ധ അൽഫോൻസ കൂട്ടായ്മ. ഈ വാർഷിക ദിനത്തിൽ നമ്മുടെ കൂട്ടായ്മയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ദുബായ് സെന്റ് മേരീസ് ദേവാലയത്തിലെ അംഗങ്ങളായ ഒരു ചെറിയ സമൂഹം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ദൈറ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുകയും അതിൽ നിന്നും പിന്നീട് 1992 അൽഷാബ് പ്രയർ ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു പുതിയ കൂട്ടായ്മ രൂപപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് കേരള മണ്ണിൽ നിന്നും നമ്മുടെ അഭിമാനമായി സീറോ മലബാർ സഭയിലെ ഒരു വിശുദ്ധയായി ഉയർത്തപ്പെട്ട അൽഫോൻസാമയുടെ നാമധേയത്തിൽ സെയിന്റ് അൽഫോൻസ കൂട്ടായ്മ എന്ന പേരിൽ അറിയപ്പെടുകയും സെയിന്റ് മേരീസ് ദേവാലയത്തിലെ 24 സോണൽ കൂട്ടായ്മകളിലെ ഒരു പ്രധാന സമൂഹമായി വളർന്നു വരികയും ചെയ്തു. 2024 നവംബർ 24 നമ്മുടെ കൂട്ടായ്മയുടെ വാർഷിക ദിനം നാം ആഘോഷിക്കുമ്പോൾ നാളിന്ന് വരെ നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന് ഈ കൂട്ടായ്മയെ ഓർത്ത് നന്ദി പറയുന്നു. ഈ കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് ഒരുക്കിയെടുത്ത ജോസഫ് ചേറ്റുപിഴ ബ്രദറിനെയും നമ്മുടെ സമൂഹത്തിൻ്റെ മുൻകാല കോർഡിനേറ്റർമാരായിരുന്ന ബ്രദർ TM പൗലോസ്, ബ്രദർ സേവിയർ, ബ്രദർ എഡ്വിൻ, ബ്രദർ ജോഷി മാത്യു, ബ്രദർ ജീവൻ, ബ്രദർ തങ്കച്ചൻ, സിസ്റ്റർ ലീലാമ്മ, ബ്രദർ മാത്യു സെബാസ്റ്റ്യൻ, സിസ്റ്റർ TT ബിനോയ്, സിസ്റ്റർ JC ബാബു എന്നിവരെയും കോർ അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബ്രദർ തോംസൺ എബ്രഹാമും കോർ അംഗങ്ങളും ഈ സമൂഹത്തെ നമ്മുടെ ആത്മീയ ഗുരുവായ വർഗീസ് അച്ഛൻ്റെയും BCSTയുടെയും നിർദ്ദേശാനുസരണം ഏകോപിപ്പിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്നുവരെ അർപ്പണ മനോഭാവത്തോടെയും ത്യാഗ മനോഭാവത്തോടെയും ഈ കൂട്ടായ്മയുടെ ഭാഗമായിരുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സെയിന്റ് അൽഫോൻസ പ്രയർ ഗ്രൂപ്പ് അൽഷാബിൻ്റെ ഈ ചെറിയ സ്മരണ നിങ്ങളുടെ മുൻപിലേക്ക് വിനയപൂർവ്വം സമർപ്പിക്കുന്നു.
അടിപൊളി, അടിക്കാൻ കൈ. ഈശോയേ